അന്താരാഷ്ട്ര തലത്തിൽ വലിയ സമ്മർദ്ദങ്ങളും വെല്ലുവിളികളും നിലനിൽക്കുമ്പോഴും റഷ്യൻ എണ്ണയുടെ കാര്യത്തിൽ ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാട് ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിന്റെ ആത്മാഭിമാനം വിളിച്ചോതുന്നതാണ്. ഇന്ത്യയുടെ വിദേശ നയത്തെയും ഊർജ്ജതന്ത്രങ്ങളെയും ചോദ്യം ചെയ്യാൻ അമേരിക്കയ്ക്ക് എന്ത് അവകാശമാണുള്ളത്? റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ട്രംപിന്റെ അനുമതി വാങ്ങിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നവർ ഇതൊന്ന് കണ്ണു തുറന്ന് കാണണം. അമേരിക്കൻ സമ്മർദ്ദത്തിന് മുന്നിൽ നട്ടല് വളയ്ക്കാൻ ഇന്നത്തെ ഇന്ത്യ തയ്യാറല്ല. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഇന്ത്യയാണ്, അല്ലാതെ അമേരിക്കൻ പ്രസിഡന്റുമാരല്ല. സ്വന്തം രാജ്യത്തിന്റെ സാമ്പത്തിക താല്പര്യങ്ങൾ നോക്കാതെ ലോകത്തിലെ ഏതെങ്കിലും ഒരു നേതാവിന്റെ ഭയത്തിനോ സമ്മർദ്ദത്തിനോ വഴങ്ങേണ്ട ബാധ്യത ഇന്ത്യക്കില്ല. ട്രംപിന്റെയോ മറ്റേതെങ്കിലും നേതാവിന്റെയോ അനുമതി ആവശ്യമുണ്ടെന്ന് പറയുന്നത് ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്. ഊർജ്ജ വിഷയത്തിൽ ഇന്ത്യൻ ഉപഭോക്താക്കളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് പ്രഥമ പരിഗണനയെന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോൾ അതിൽ ശക്തമായ നയതന്ത്രമാണുള്ളത്. ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്ന് ഇനിയും എണ്ണ വാങ്ങും. അത് തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം. ഇതൊരു രാഷ്ട്രീയപരമായ തീരുമാനമല്ല, മറിച്ച് രാജ്യത്തെ 140 കോടി ജനങ്ങളുടെ സാമ്പത്തികപരമായ താല്പര്യങ്ങൾ മുൻനിർത്തിയുള്ള നടപടിയാണ്. ലോക വിപണിയിൽ എണ്ണവില വർദ്ധിക്കുമ്പോൾ അതിന്റെ ഭാരം ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് നമ്മുടെ സാധാരണക്കാരാണ്. അതുകൊണ്ട് തന്നെ ഊർജ്ജ ലഭ്യത ഉറപ്പാക്കാനും വിലക്കയറ്റം നിയന്ത്രിക്കാനും വേണ്ടിയാണ് ഇന്ത്യ റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങുന്നത്. റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യക്ക് വലിയ സമ്മർദ്ദങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു. എന്നാൽ വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിട്ടില്ല. വിദേശ ശക്തികളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി സ്വന്തം ജനതയുടെ താല്പര്യങ്ങളെ ബലികഴിക്കാൻ ഇന്നത്തെ ഇന്ത്യൻ സർക്കാർ തയ്യാറല്ല. സ്ഥിരമായ ഊർജ്ജ വിലയും സുരക്ഷിതമായ വിതരണവും ഉറപ്പാക്കുക എന്നതാണ് സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യം. ഇത് വെറും സാമ്പത്തിക വളർച്ചയ്ക്ക് മാത്രമല്ല, രാജ്യത്തിന്റെ ദേശീയ സുരക്ഷയ്ക്കും അത്യന്താപേക്ഷിതമാണ്. വിദേശ വിധേയത്വമില്ലാത്ത രാജ്യത്തിന്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന ഒരു സ്വതന്ത്ര വിദേശ നയമാണ് ഇന്ത്യ ഇപ്പോൾ പിന്തുടരുന്നത്. ഇത് തന്നെയാണ് ആഗോളതലത്തിൽ ഇന്ത്യൻ നയതന്ത്രത്തിന്റെ പുതിയ മുഖവും. റഷ്യൻ എണ്ണയുടെ കാര്യത്തിൽ ഇന്ത്യ സ്വീകരിച്ച ഉറച്ച നിലപാട് വിദേശ സമ്മർദ്ദങ്ങൾക്കെതിരായ ഒരു പ്രഖ്യാപനമാണ്. സ്വന്തം ജനതയുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്കും ഊർജ്ജ സുരക്ഷയ്ക്കും മുൻഗണന നൽകിക്കൊണ്ട് അമേരിക്കൻ ധാർഷ്ട്യത്തിനു മുന്നിൽ നട്ടല് വളയ്ക്കാൻ ഇന്നത്തെ ഇന്ത്യ തയ്യാറല്ല. ട്രംപിന്റെ അനുമതി പോലുള്ള ആരോപണങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ട ഇന്ത്യ മാത്രമാണെന്ന പരമാധികാര നിലപാട് ആഗോളതലത്തിൽ ഇന്ത്യൻ നയതന്ത്രത്തിന്റെ പുതിയ മുഖം വരച്ചു കാട്ടുന്നതാണ്. വിദേശ വിധേയത്വമില്ലാത്ത ദേശീയ താല്പര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകുന്ന ഈ സ്വതന്ത്ര വിദേശ നയം ഇന്ത്യയുടെ ആത്മാഭിമാനവും ശക്തിയും ലോകത്തിന് മുന്നിൽ ഉറപ്പിച്ചു നിർത്തുന്നു. ഈ നിലപാട് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്കും ദേശീയ സുരക്ഷയ്ക്കും ഒരുപോലെ ആവശ്യമാണ്. റഷ്യൻ എണ്ണയുടെ കാര്യത്തിൽ അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്കെതിരെ ഇന്ത്യ സ്വീകരിച്ച ഉറച്ച നിലപാട് ഒരു കാര്യം വ്യക്തമാക്കുന്നു: വിദേശ വിധേയത്തിന്റെ കാലം അവസാനിച്ചു. ട്രംപിന്റെ അനുമതി എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നവർ 140 കോടി ജനങ്ങളുടെ താല്പര്യമാണ് രാജ്യത്തിന് പരമപ്രധാനമെന്ന് മനസ്സിലാക്കണം. ഊർജ്ജ ലഭ്യതയും വിലസ്ഥിരതയും ഉറപ്പാക്കാനുള്ള ഇന്ത്യയുടെ നീക്കം കേവലം സാമ്പത്തിക തന്ത്രമല്ല, മറിച്ച് രാജ്യത്തിന്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന ഒരു സ്വതന്ത്ര വിദേശ നയം കൂടിയാണ്. ഇന്ത്യയുടെ വിദേശ നയം തീരുമാനിക്കേണ്ടത് ഇന്ത്യ മാത്രമാണ്, അല്ലാതെ ലോകത്തെ മറ്റൊരു ശക്തിയുമല്ല. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.